എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശും നയനയും ആകെ ടെൻഷനിലാണ്. അനിയും വന്നിട്ടില്ല. അതോടൊപ്പം നന്ദു കൂട്ടുകാരിയുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. അത് അവർക്ക് അങ്ങ് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കും. ആദർശ് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇവിടുന്ന് മാറി നിൽക്കുന്നതെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഏതായാലും അവൻ്റെ മനസ്സിൽ നന്ദു ആണ് എന്ന് അവൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറൊരു പെൺകുട്ടിയെ അവൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയില്ല. ഇനി രണ്ടുപേരോട് ഒരുമിച്ച് അങ്ങനെ പോയി കാണുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുക, ഇനി രണ്ടുപേരോട് ഒളിച്ചോടി വല്ല രജിസ്റ്റർ മാരേജ് നടത്തുമോ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ അത്രയും പക്വതയില്ലായ്മ അവർ ചെയ്യില്ല എന്ന്. അന്നേരം നയന പറയുക, അനി ചിലപ്പം ചെയ്യുമായിരിക്കും, പക്ഷേ നന്ദു അങ്ങനെ ചെയ്യില്ലെന്ന എൻ്റെ വിശ്വാസം. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സ് അവൾക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നു. ഏതായാലും രണ്ടുപേരും നല്ല ടെൻഷനിലാണ്. ആദർശ് പറയുന്നുണ്ട്, നവീൻ്റെ ആലോചന വന്ന സ്ഥിതിക്ക് രണ്ടുപേരൂടെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്, അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിനൊക്കെ ഇടയ്ക്ക് ആദർശ് അനിയെ വിളിച്ചു നോക്കുന്നുണ്ട്. അന്നേരം അനിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആണ്. നന്ദുവിനെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സംശയം ആകുന്നുണ്ട്. അതുപോലെ ഈ സമയം ഇവിടെ നന്ദുവും അനിയും നല്ല തണുപ്പായതുകൊണ്ട് തീയൊക്കെ കാഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുവാണ്. അന്നേരം അനി ഇങ്ങനെ നന്ദുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമ്പം നന്ദു ചോദിക്കും, നീ എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന്. അന്നേരം നിനക്കിപ്പം നല്ല ഭംഗിയുണ്ട്, നിന്നെ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനി പറയുവാണ്, ഞാൻ ഇന്ന് സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം നടന്നു. ഞാൻ നേരം വെളുത്ത് വന്ന സമയത്ത് സ്വപ്നം കണ്ടത് എൻ്റെ വിവാഹം മുടങ്ങുന്നതും വേണുവും മോളും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെയാണ്. അത് അതുപോലെ നടന്നില്ലെങ്കിലും ഏകദേശം അതുപോലുള്ള കാര്യങ്ങളൊക്കെയല്ലേ നടന്നത്, അതെന്താ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും വിവാഹം മുടങ്ങണം എന്ന് ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും വേണുവും അനാമികയും കൂടി പരാതി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ തന്നതിന് ശേഷം ഞാൻ അപ്പം തന്നെ മുത്തശ്ശനെ വിളിച്ചു, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ നടന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉടനെയൊന്നും എനിക്കൊരു വിവാഹാലോചനയായിട്ട് അവരാരും വരികയില്ല. അതുപോലെ നിനക്കും നിൻ്റെ വീട്ടിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ നീ പറഞ്ഞ പോലെയല്ല എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെ എന്തെങ്കിലും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കയറി തൂങ്ങുന്നത് എൻ്റെ അമ്മയായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് വരുന്ന വിവാഹാലോചനയൊക്കെ നമുക്ക് അങ്ങ് എങ്ങനെയെങ്കിലും തട്ടിത്തെറിപ്പിച്ച് വിടാമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഇത്രയും ദിവസം അവന്തികയുടെ കാര്യം ഓർത്ത് നമുക്ക് രണ്ടുപേർക്കും ടെൻഷനായിരുന്നു. അതൊന്നും മാറി വന്നപ്പോഴാണ് ആ ദുഷ്ടൻ നവീൻ ഇടയ്ക്കോട്ട് കയറി വന്നത് എന്ന് പറയുമ്പോൾ, നവീനേട്ടൻ അങ്ങനെയൊന്നുമില്ല, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവൻ കല്യാണാലോചനയായിട്ട് വീട്ടിലോട്ട് വന്നത് എന്ന്. എനിക്ക് ഇത്തിരി ദേഷ്യവും പരിഭവവും ഒക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അനി പറയുന്നുണ്ട്, നമുക്ക് ഇടയ്ക്കൊക്കെ ഇനി ഇങ്ങനെ വന്നം കിട്ടുമെന്ന്. അന്നേരം നന്ദു പറയും, ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നേരം വെളുത്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, അല്ലെങ്കിൽ ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുവാണേ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നേക്കും ഇടയ്ക്ക് പയ്യൊക്കെ മഴ ചാറി വരുന്നുണ്ട്. അന്നേരം മഴ ചാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മഴയും കൂടെ നനഞ്ഞിട്ട് കയറി പോകാം എന്നൊക്കെ അനു പറയുന്നു. അങ്ങനെ ഒരു ചെറിയ റൊമാൻസൊക്കെ രണ്ടുപേരുടെ കണ്ണുകളിലും മുഖത്തൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് തീ കാഞ്ഞ് കുറച്ച് നേരം അവിടെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം ഇവിടെ വീട്ടിൽ ആദർശം നയനയും ഉറങ്ങാനായിട്ട് കിടന്നായിരുന്നേ. അന്നേരമാണ് നയനയുടെ ഫോണിലേക്ക് കനകയുടെ കോൾ വരുന്നത്. എടുത്ത് എന്താമേ എന്ന് ചോദിക്കുമ്പം, മോളെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ, അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കനകയുടെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് നയന ഇവിടെ ഉണ്ട് എന്ന് പറയും. അന്നേരം ഉണ്ടോ, എങ്കിൽ എനിക്ക് സമാധാനമായി, അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ അനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്, മോൾക്ക് ഉറങ്ങാറായോ എന്ന് ചോദിക്കും. അന്നേരം ഞങ്ങൾ ഉറങ്ങാനായിട്ട് കിടന്നായിരുന്നു എന്ന് പറയുമ്പോൾ, എങ്കിൽ കിടന്നു എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ചതിന് ശേഷം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, അനി അവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലും ഒന്നുമല്ല കാര്യങ്ങൾ, ഇനിയിപ്പോൾ സമാധാനമായി, നമുക്ക് പോയി കിടക്കാമെന്ന്. അന്നേരം ഗോവിന്ദനും ഇത്തിരി സമാധാനമായി, രണ്ടുപേരും കൂടെ ഉറങ്ങാനായിട്ട് പോകുന്നു. ഈ സമയം ഇവിടെ നയന ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആദർശനോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് ആകെ ടെൻഷനാകും, പിന്നെ രാത്രി സമാധാനം കാണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന്. അന്നേരം ആദർശ് പറയും, അത് സാരമില്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെങ്കിലും രാത്രി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ. ഏതായാലും നിൻ്റെ അമ്മ സംശയിക്കുന്നത് പോലെ നന്ദുവും അനിയും ഒരുമിച്ചാണ് ഇവിടുന്ന് മാറി നിന്നതെങ്കിൽ കാര്യങ്ങൾ ശരിയാകിയില്ല. ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിലങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നന്ദുവും അനിയും കിടന്നു ഉറങ്ങാനായിട്ട്. നന്ദു ചെറിയ ഉറക്കം പിടിച്ചു, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല, നല്ല മഴയാണ്. ആ സമയത്ത് അനി ഫോൺ വിളിക്കുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട്, എന്താടാ നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് കിടന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം, എടി നല്ല മഴയുണ്ട്, നല്ല ഇടിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറയും. അന്നേരം എനിക്ക്
എനിക്ക് ഉറക്കം വന്നില്ലടി അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ കിടന്ന് ഉറങ്ങുക എന്ന് പറയും. അന്നേരം അനു പറയാം നമുക്ക് ഇപ്പോൾ ഇന്ന് ഉറങ്ങാതിരുന്നാലോ, പുറത്ത് പോയി മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, നീ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവർ കിടന്ന് ഉറങ്ങുന്നു. ഈ സമയം കനകയും ഗോവിന്ദനും രണ്ടുപേരുടെയും വിവാഹത്തെക്കുറിച്ച് പറയുവാണ്. നവീൻ്റെയും നന്ദുവിൻ്റെയും എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം, അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം, അതിനുവേണ്ടി ആദർശിനെയും മുത്തശ്ശനെയും വിളിക്കണം, അവരോട് നന്ദുവിനെ ഉപദേശിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഏതായാലും എല്ലാവരും സമാധാനത്തിൽ കിടന്നുറങ്ങി. അങ്ങനെ നേരം വെളുക്കുന്നു. നേരം വെളുത്ത് രാവിലെ തന്നെ അനി ഒരു ചായ ഒക്കെ ഇടാനായിട്ട് ശ്രമമാണ്. അങ്ങനെ കിച്ചണിൽ കയറി ഒരു ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെല്ലും. അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തു തരായിരുന്നു എന്ന് പറയുക. അന്നേരം അനി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം ഇവിടെ മസാല ചായയൊക്കെ ഉണ്ട്, ഇന്നലെ രാത്രി നല്ല മഴയല്ലായിരുന്നോ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, ഈ സമയത്ത് മസാല ചായ കുടിക്കുന്നത് നല്ലതായെന്ന് പറയുമ്പോൾ അതൊന്നും താൻ ചെയ്തു തന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അന്നേരം അങ്ങനെ ചോദിക്കും നിങ്ങൾ ഇന്നലെ 2 റൂമിലാണോ കിടന്നത് എന്ന്. അന്നേരം അതെ, അത് തന്നോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് എന്ന്. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ട് എന്ന് കരുതി ആ രീതിയിലുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അനി പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പോയാലും ഇനിയും ഇങ്ങോട്ട് വരും, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്ന് തോന്നുമ്പോൾ താമസിക്കും ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് അതിന് ഈ റിസോർട്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്കും, സാറ് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. പിന്നെ അങ്ങേര് അനിയും നന്ദും സ്നേഹത്തിലായതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്ന് കുത്തി പറയുന്നവരൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയും തൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, തൽക്കാലം അത് ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയും. ഏതായാലും അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പം ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അനി നന്ദുവിൻ്റെ റൂമിൻ്റെ അവിടെ പോയി വിളിക്കുന്നു. നന്ദു ഇറങ്ങി വന്നിട്ട് അയ്യോ ഒരുപാട് സമയമായോടാ എന്ന് വയ്ക്കും. അന്നേരം ഒരുപാട് സമയമൊന്നും ആയില്ല, 6 മണി കഴിഞ്ഞുള്ളൂ, ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് പോയി ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു എന്ന് പറയുമ്പം നിനക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനു പറയും ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ചല്ലേ ഉറങ്ങിയത്, അതിനിടയ്ക്ക് ഞാൻ പിന്നെയും നിന്നെ വിളിച്ച് നിൻ്റെ ഉറക്കം കളഞ്ഞല്ലേ, അതുകൊണ്ട് നീ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി എന്ന് പറയും. എന്നിട്ട് ചായ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യായിരുന്നു എന്ന് പറയും. അത് സാരമില്ല, ഇവിടെ കയറി ഞാൻ ഉണ്ടാക്കി, നീ കുടിക്കുക എന്ന് പറയും. അന്നേരം കുടിച്ചിട്ട് നല്ല മസാല ചായ, ഇത് നീയാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പം അല്ല ഞാനല്ല, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ, ഒരു ചായയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അറിയാടി എന്നിങ്ങനെ കളിയാക്കുന്ന പോലെ പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് നമുക്കിനി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണ്ടേ, ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു, ഒരു 2-2.5 മണിക്കൂർ യാത്ര ചെയ്താലല്ലേ നമ്മളങ്ങ് വീട്ടിലോട്ട് എത്തുള്ളൂ, എനിക്ക് ആകെ ടെൻഷനാന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ ചെന്ന് അവരുടെ സംശയമൊക്കെ ഒന്ന് മാറി എന്നറിഞ്ഞാലേ സമാധാനമുള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം കേട്ടോ എന്ന് പറയും. അതുപോലെ നന്ദു അനിയോട് പറയുന്നുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് പറയണം നമ്മൾ 2 പേരോട് ഒരുമിച്ചാണ് ഇവിടെ വന്നത് എന്ന് ആരോടും പറയരുതെന്ന്, നീ അത് പറഞ്ഞേക്കണേന്ന് പറയുമ്പം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് അനി പറയും. അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് എടാ ഈ റിസോർട്ടിൽ ആദർശേട്ടൻ വരാറുള്ളതാണോ, ആദർശേട്ടനെ ഇവർക്കൊക്കെ അറിയാവുന്നതാണോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് നെടുമങ്ങാട് ഒരു ഷോറൂമുണ്ട്, അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ആദർശൻ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്, പിന്നെ ഏട്ടത്തിയായിട്ട് ഇവിടെ വന്നോ എന്നറിയത്തില്ല, വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ അവർ തമ്മിൽ ഭയങ്കര അടിയല്ലായിരുന്നോ, അത് കഴിഞ്ഞ് ഹണിമൂണൊന്നും അത്രയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല ഏട്ടത്തി എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് പോകാനൊക്കെ റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. രാവിലെ ആദർശ് ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് എന്തൊക്കെയോ. അന്നേരം നയന അടുത്തോട്ട് ചെല്ലും കാപ്പിയൊക്കെ ആയിട്ട്. എന്നിട്ട് ആദർശേട്ടാ ഇതുവരെ അനി വന്നില്ല, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നു എന്ന് പറയുമ്പം ഞാനും അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ട് കിടന്നത്, ഇനി 2 പേരും കൂടെ ഒരിടത്താണോ എന്നറിയത്തില്ല, അതുപോലെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല, വിളിക്കുമ്പോഴെല്ലാം ഔട്ട് ഓഫ് കവറേജ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് ചെറിയ ടെൻഷനുണ്ട് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഇതിപ്പോൾ ആകെ ടെൻഷനായല്ലോ, ഇന്നലെ അമ്മ വിളിച്ചപ്പം അനി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായാൽ എന്ത് ചെയ്യും, ഇതിപ്പോൾ ടെൻഷൻ കാരണം നിവൃത്തിയില്ലാണ്ടായി എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കാം, നന്ദു ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാലോ, അങ്ങനെ ലീവ് വിളിച്ച് പറയാതെ അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അന്വേഷിക്കാം എന്ന് പറയുന്നു. പിന്നെ 2 പേരും ഒരുമിച്ചാണോ എന്നുള്ള സംശയം അവർക്ക് കൂടി വരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ നയനയുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ 2 പേരോട് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി വല്ല രജിസ്റ്റർ മാരേജോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമാധാനം കിട്ടില്ല, അനിയുടെ അമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മനഃപൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് എന്ന് പറഞ്ഞ് സ്വൈര്യം തരത്തില്ല, അതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷനാണ് എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.